എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏകവചനമായ ക്രിസ്തു. വിശുദ്ധ ഗ്രന്ഥം 101 ഖണ്ഡിക കഴിഞ്ഞു. 102 ഖണ്ഡികയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വാക്കുകളിൽ കൂടെയെല്ലാം ദൈവം സംസാരിക്കുന്നത് ഒരേ ഒരു വചനമാണ്, തൻ്റെ അനന്യ വചനം. അതിലൂടെയാണ് ദൈവം സ്വയം പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത്. പിന്നെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രഖ്യാപനം, ഒരേ ഒരു വചനം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദ്യമായിരിക്കുന്നതെന്ന കാര്യം അങ്ങോർക്കണം. വിശുദ്ധാത്മാക്കളുടെ എല്ലാ അധരങ്ങളിൽ നിന്ന് നിർഗമിക്കുന്നത് ഈ ഒരേ ഒരു വചനം തന്നെയാണ്. ആരംഭം മുതലേ ദൈവത്തോട് കൂടി ദൈവമായിരുന്നവൻ, ഗോഡ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടി ദൈവമായിരുന്നവൻ, ദൈവത്തോട് കൂടി ദൈവമായിരുന്നവന് വേറിട്ട ശബ്ദങ്ങളുടെ ആവശ്യമില്ല. കാരണം അവൻ കാലത്തിന് അതീതനാണ്. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ വചനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമ്മൾ 426, 27, 28, 29 പഠിക്കുന്നത്. 426 നമ്മൾ മനസ്സിലാക്കി, മതബോധനം എന്നതിൻ്റെ അന്തസത്തയിൽ നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്, യേശു എന്ന വ്യക്തിയെ. തുടർന്ന് മതബോധനം അവതീർണ വചനവും ദൈവപുത്രനായ ക്രിസ്തുവാണ് പ്രബോധന വിഷയം. 428 വലിയ ഒരു കാര്യം നമ്മൾ പഠിച്ചു. ക്രിസ്തുവിൻ്റെ സദ്വാർത്ത അറിയിക്കുവാൻ വിളിക്കപ്പെട്ട ആൾ ആദ്യമായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം തേടാൻ ശ്രമിക്കണം. ക്രിസ്തുവിനെ നേടുന്നതിനും അവരിൽ കാണപ്പെടുന്നതിനും വേണ്ടി സർവനഷ്ടങ്ങളും അയാൾ സഹിക്കണം. ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയുകയും അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേരുകയും മരണത്തിൽ അവിടത്തോട് സദൃശ്യനാവുകയും വേണം. ഇങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനത്തിന് അയാൾ എത്തിച്ചേരുക. നമ്മളിത് പൗലോസ്ലീഹയുടെ വിശ്വപ്രഖ്യാതമായ ആ സാക്ഷ്യമാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ഞാനൊരു ഫരിസേയനായിരുന്നു, സകല നിയമങ്ങളും ഞാൻ പാലിച്ചിരുന്നു, എന്നാൽ അവയെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ കണക്കാക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകയാൽ അവനെ പ്രതി സർവ്വതും ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഇത് ഇനി നമ്മൾ മനസ്സിലാക്കിയ 3 വാക്യങ്ങൾ എന്താണ്? അതായത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, നോയിങ് ക്രൈസ്റ്റ്. 2, ഇത് ക്രിസ്തുവിനെ നേടുന്നതിന്, ഗെയിനിങ് ക്രൈസ്റ്റ്. 3, അവനുമായി ഒന്നായിത്തീരുന്നതിന്. അതാണ് ഇത്, ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി. ഈ 3 പോയിൻ്റാണ്: നോയിങ് ക്രൈസ്റ്റ്, ഗെയിനിങ് ക്രൈസ്റ്റ്, വൺ വിത്ത് ക്രൈസ്റ്റ്. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. നമ്മുടെ ജീവിതത്തിൽ ഇത് മതി. ഈ വർഷാവസാനത്തിൽ ഈ വർഷത്തിൽ നമ്മൾക്ക് കിട്ടിയ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയത് ഇത്രയും ദിവസം ഇരുന്ന് പഠിച്ചു. എന്ത് പഠിച്ചു? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ്. അതാണ് വലിയ ഭാഗ്യം. ഇനി തുടർന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് തന്നെ കൂടുതൽ ആഴമായി. എന്താണ് അതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കണം. ആ ഉച്ഛിഷ്ടം എന്ന് പറയണ ആ ടെമ്പറലായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുക എന്നതല്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന് കൂടുതൽ കൂടുതൽ കൂടുതൽ
പ്രാമുഖ്യം കൊടുക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. ഇതെന്തിനാ? എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്. കണ്ടോ, ദൈവനീതിയെക്കുറിച്ചാണ് നമ്മൾ കറ്റേന അവറയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് തന്നെ വരുന്നു. പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കിയുള്ള ദൈവത്തിൽ നിന്നുള്ള നീതി. എന്നിട്ട് പറയാണ് അതെന്തിനാ? അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണത്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം റിപ്പീറ്റേഷൻ ആണെങ്കിലും ഞാൻ 1000 പ്രാവശ്യമെങ്കിലും ഇത് പറഞ്ഞു കാണും. എങ്കിലും അതിൻ്റെ മാധുര്യം അല്പം പോലും കുറയുന്നില്ല. അത് പൗലോസ്ലീഹയുടെ ഒരു തനിമ ഇതാണ്. എല്ലാം സ്വന്തം ജീവിതബന്ധിയായിട്ടാണ് അദ്ദേഹം തിയോളജി പറയുന്നത്. വലിയ തിയോളജിയാണ്, എന്നാൽ അതെല്ലാം സ്വന്തം ജീവനിൽ അനുഭവിച്ചിട്ട് ആ വാക്യമാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. ആ ജ്ഞാനത്തെ പ്രതി ബാക്കിയുള്ള ജ്ഞാനവും, അദ്ദേഹം ഒരുപാട് പഠിച്ച ആളാണ്, അതെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കണക്കാക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒരുപാട്, ഇവിടെ ഒരിക്കൽ ഒരു കോൺഫറൻസിൻ്റെ സമയത്ത് ഞാൻ ദൈവജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. അപ്പോൾ ഒരു സഹോദരി വന്നിട്ട് എൻ്റെ മുമ്പിൽ അങ്ങ് മുട്ടുകുത്തി. ഞാൻ സാധാരണ അത് സമ്മതിക്കാറില്ല, അവരെന്ത് ചെയ്തിട്ടും സമ്മതിക്കുന്നില്ല. അവർ മുട്ടുകുത്തിയിട്ട് പറയാൻ, തോമസ് പോളെ, ഞാൻ വിചാരിച്ചിരുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, യൂണിവേഴ്സിറ്റി പഠനത്തിലാണ് ജ്ഞാനം കിട്ടുന്നത്. എന്നാൽ ഇന്ന് മനസ്സിലായി, ജ്ഞാനം യേശു ക്രിസ്തു തന്നെയാണ്. എൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാതെ ഞാൻ വിടില്ല, എന്നെ ഒന്ന് അനുഗ്രഹിക്കാതെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് വലിച്ച് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവർ യൂണിവേഴ്സിറ്റിയിൽ വലിയ പഠനവും റിസർച്ചും എല്ലാം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അവർ പറയാണ്, ഇന്ന് എനിക്ക് വലിയ ഒരു വെളിപാട് കിട്ടി, വെളിച്ചം കിട്ടി, ജ്ഞാനം കിട്ടി. അത് യൂണിവേഴ്സിറ്റി, എന്തോ ഒരു വലിയ യൂണിവേഴ്സിറ്റികളാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങുകളെല്ലാം ഭയങ്കര വലിയ ബിൽഡിങ്ങുകളാണ്. എന്നാൽ അതിൽ പഠിക്കുന്നതെല്ലാം ടെമ്പറലാണ്. ടെമ്പറൽ നശ്വരതയാണ്. ആലോചിച്ച് നോക്കി, എന്തോരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. 429 വളരെ രസകരമാണ് ഇതിൽ പറയുന്നത്. ക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹനിർഭരമായ ഈ ജ്ഞാനമാണ്. കണ്ടോ, ഇപ്പം ഈ ജ്ഞാനം എങ്ങനെയായിരിക്കണം? സ്നേഹനിർഭരമാണ്. അതാണ്. മറ്റ് ജ്ഞാനം കുറച്ചങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കങ്ങ് ഒരു ഗർവ് വരും. ഒരു ഗർവ്. ഐ ഡോണ്ട് നോ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. നമുക്കൊരു പ്രൗഢി വരും നമുക്ക്. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതോളം അനുസരിച്ച് നമ്മളങ്ങ് എളിമപ്പെടും. സ്നേഹമാണത്. ആ സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ അവിടെ ജ്ഞാനവും സ്നേഹവും ഇങ്ങനെ നിറ്റ് ടുഗദറാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ അറിയുന്നതനുസരിച്ച് കൂടുതൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഡിസിഷൻ അല്ലാതെ അതൊരു അവസ്ഥയാണ്. ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതനുസരിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ കൃപ, ക്രിസ്തുവിൻ്റെ കരുണ, ക്രിസ്തുവിനുള്ള ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ അങ്ങ് കൂടുതൽ വിതുമ്പും. അപ്പോൾ ഇവിടെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹനിർഭരമായ ഈ ജ്ഞാനമാണ്.
അവിടുത്തെ പ്രഘോഷിക്കുവാനും സദ്വാർത്ത അറിയിക്കുവാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനുമുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്, പക്ഷേ ഇത് പറയുമ്പോൾ വിമർശനം പോലെ തോന്നും. അതായത് നമ്മൾ എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തു ശിഷ്യന്മാരാണ്. എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ ക്രിസ്തു വിശ്വാസികളും ക്രിസ്തു ശിഷ്യന്മാരാണ്. എല്ലാ ശിഷ്യന്മാരും സുവിശേഷം പ്രഘോഷിക്കേണ്ടവരാണ്. എന്നിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സുവിശേഷവൽക്കരണം ഇത്ര മന്ദഗതിയിൽ നടക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് അത് ചില ആളുകൾക്കുള്ളൊരു വരമാണെന്നാണ്. അല്ല, എല്ലാ ക്രൈസ്തവനും. പക്ഷേ അങ്ങനൊരാഗ്രഹം നമ്മുടെ ഇടവക ജനത്തിനുണ്ടോ? കുറച്ച് ദിവസം മുമ്പ് കുര്യൻ ജോസഫ് സാറിൻ്റെ ഒരു ടോക്ക് വളരെ വൈറലായി. സാറ് എനിക്കത് അയച്ചു തന്നായിരുന്നു, അത് ഞാനും കേട്ടു. അപ്പോൾ അതിൽ സാറ് പറഞ്ഞത് ഇതാണ്: ഇടവക ജനങ്ങൾ പ്രചോദനവും പ്രബോധനവും. പ്രചോദനമില്ല ജനങ്ങൾക്ക്. ഫ്രറ്റലി ടൂറ്റി എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ച് സാറ് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇടവക ജനം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യന്മാരാണ്. നമ്മളെല്ലാവർക്കും പ്രചോദനം ഉണ്ടാകേണ്ടതാണ്. മറ്റൊരു ക്രിസ്തുവായി മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ വരേണ്ടവരാണ്. അങ്ങനെയാണ് സുവിശേഷമാകുന്നത്. നമ്മുടെ വാക്കുകൊണ്ടോ മൈക്ക് പിടിച്ച് കവലപ്രസംഗം പോലെ നമ്മൾ പ്രസംഗിക്കുന്നത് കൊണ്ടൊന്നുമല്ല. ഈ ക്രിസ്തു എന്ന ആ സ്നേഹ ബോംബ് നമ്മുടെ ഉള്ളിൽ പൊട്ടണം. ആ ജ്ഞാനം, ക്രിസ്തു എന്ന ജ്ഞാനം, ക്രിസ്തുവിൻ്റെ ജ്ഞാനം, അതാണ് സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ. ഇത് നമ്മളിലുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് നമ്മളിൽ പ്രസരിക്കാത്തത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നേരെ ഓപ്പോസിറ്റായിട്ട് കിടക്കണം. പലരും പറയും, അയ്യോ ഫൊസ്റ്റീനാമ്മയുടെ ഡയറിയിൽ പറയണത് കരുണയുടെ കാലം കഴിഞ്ഞു, ഇനി നീതിയുടെ കാലമാണ്. നമ്മുടെ മൈൻഡ് സെറ്റിങ്ങിൽ കിടക്കുന്നത് നീതി എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നുള്ള അർത്ഥത്തിലാണ്. ഫൊസ്റ്റീന കൃത്യമായിട്ട് തന്നെയാണ് ഫൊസ്റ്റീനോട് ഈശോ പറഞ്ഞേക്കണത്. നീതി എന്ന് പറഞ്ഞാൽ കരുണയേക്കാളും വലിയ ദൈവസ്നേഹമാണ്. അതാണ് സ്നേഹനിർഭരമായ ഈ ജ്ഞാനം. പ്രൈസ് ദ ലോർഡ്. കണ്ടോ ഇവിടെ പറയുന്നു. ക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹനിർഭരമായ, ക്രിസ്തുവിൽ നിന്ന് സ്നേഹമല്ലാതെ ഒന്നും വരില്ല. ഈ പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഒരു ലൈറ്റുണ്ടോ? ഉണ്ടാവണമല്ലോ. ആ ലൈറ്റിലേക്കൊന്ന് നോക്കൂ. അതിൽ നിന്ന് ഇപ്പോൾ അന്ധകാരം വരുമോ? ഒരിക്കലും വരില്ല. അത് പ്രകാശമാണ്. ക്രിസ്തു പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എങ്ങനെ മനുഷ്യന് ഇതുപോലെ ചിന്ത ഉണ്ടായി? കരുണയുടെ കാലം കഴിഞ്ഞു, ഇനി നീതിയുടെ കാലോട് എല്ലാവരെയും വാർത്ത് പൊരിക്കും. ഇത് പ്രഘോഷിക്കാൻ, ഇത് ഒരു പ്രഘോഷണമാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പ്രഘോഷിക്കാൻ പറ്റാത്തത്? ദാറ്റ്സ് ദ പോയിന്റ്. നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കാൻ പറ്റാത്തത് ക്രിസ്തു നമ്മളിൽ തുടിക്കുന്നില്ല. ക്രിസ്തു നമ്മളിൽ പ്രചോദിപ്പിക്കുന്നില്ല. കാരണം ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വികലമായ ഒരറിവാണ്. അത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ആ വികലം എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ആ 10 നാണയം. അതായത് ഒരു പ്രഭു ദീർഘയാത്രയ്ക്ക് രാജപദവി സ്വീകരിക്കാൻ പോകുമ്പോൾ തൻ്റെ
തൻ്റെ പൗരന്മാരെ വിളിച്ചിട്ട് ചിലവർക്ക് ഒരാൾക്ക് 5 നാണയം കൊടുത്തു, 5 ഗോൾഡ് കോയിൻ കൊടുത്തു, വേറൊരാൾക്ക് 2 കൊടുത്തു, വേറൊരാൾക്ക് 1 കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ ലൂക്ക 19 എന്ന് പറഞ്ഞാൽ സക്കേവൂസിൻ്റെ കഥ കഴിഞ്ഞിട്ട് ശേഷം, അത് ചുരുക്കി പറയാം. അവിടെ ഒരു അര അധ്യായം മുഴുവനും ഇതാണ്. ഇത്ര വിശദമായിട്ട് അത് പറഞ്ഞേക്കണതിൻ്റെ കാര്യം എന്താ? അത് കഴിഞ്ഞ് ഈ പ്രഭു രാജപദവി സ്വീകരിച്ച് മടങ്ങി വന്നപ്പോൾ ഈ നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തവരെ വിളിച്ചു. അപ്പോൾ 5 നാണയം കൊടുത്ത ആൾ പറഞ്ഞ്, പ്രഭു അങ്ങ് തന്ന 5 നാണയം ഞാനിതാ 10 ആക്കിയിരിക്കുന്നു. ഉടനെ പ്രഭു പറഞ്ഞു, വെൽ ഡൺ, കൊള്ളാം. ഇതാണ് വാക്ക്, കൊള്ളാം. നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യം ഏൽപ്പിക്കുന്നു. നീ 10 പട്ടണങ്ങളുടെ മേൽ, ഞാനിപ്പോൾ ഇവിടുത്തെ രാജാവായിരിക്കുകയാണ്, 10 പട്ടണങ്ങളുടെ മേൽ നിനക്ക് അധികാരം തരുന്നു. 2 കിട്ടിയവനോട് അവൻ അത് 5 ആക്കി മാറ്റി. മേ ബി ലൈക്ക് ദാറ്റ്. 1 കിട്ടിയവൻ്റെ കാര്യമാണ്. 1 നാണയം കിട്ടിയവൻ എന്ത് ചെയ്തു? 1 നാണയം കിട്ടിയവൻ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, ഞാനിത് അങ്ങനെ തന്നെ കുഴിച്ചിട്ടു. കാരണം അതാണ് 19:21. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും, കണ്ടോ, വയ്ക്കാത്തിടത്തെടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. ഞാൻ പറയാൻ ഈ അധ്യായത്തിൻ്റെ പകുതി അധ്യായത്തിൻ്റെ മുഴുവൻ അവതരണം ഇതിനു വേണ്ടിയാണ്. ഈ പൗരനെ തൻ്റെ യജമാനനെ കുറിച്ച് വികലമായ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. വികലമായ ഒരു ചിന്ത. അയാൾ പറയാണ്, എനിക്ക് നിന്നെ ഭയമായിരുന്നു, അതാണ് കാരണം. നീ കർക്കശനും ആണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവന് യാതൊരു പ്രചോദനമില്ല, അവൻ പ്രൊഡക്ഷനില്ല, അവനത് മൂടി കുഴിച്ചിട്ടു. വന്നപ്പോൾ അങ്ങനെ തന്നെ എടുത്തു കൊടുത്തു. ഒരു ക്രിസ്ത്യാനിയായ നമ്മൾ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ജീവൻ നൽകി നമുക്ക് വേണ്ടി, ആ ദൈവസ്നേഹത്തെ അറിയാത്ത ആ ദൈവം ഒരു കർക്കശനാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഘോഷിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ പോയിന്റ്. അതുകൊണ്ടാണ് നമുക്ക് പ്രഘോഷിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ താലന്ത് കുഴിച്ചിട്ടു, ആ നാണയം കുഴിച്ചിട്ടു, നമ്മുടെ കഴിവുകളെല്ലാം കുഴിച്ചിടപ്പെടുന്നു. നമ്മുടെ കഴിവുകൾക്കൊന്നും ഒരു പ്രചോദനമില്ല, മാർക്കറ്റില്ല. അതിപ്പോൾ ഞാൻ പറയുന്നു പെട്ടെന്ന്, ഞാനിവിടെ ഇരിക്കുക. നമ്മൾ സുഖമായിട്ട് പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞ് വന്ന് കാളിറച്ചിയും കോഴിയിറച്ചിയും കരിമീൻ വറുത്തതും ഇച്ചിരി കള്ളും കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണം. നമ്മുടെ കാര്യം സിന്ദാബാദ്. കുഴിച്ചിട്ടു, നമ്മുടെ കഴിവിനെ കുഴിച്ചിട്ടു. ദൈവം നമുക്ക് തന്ന സുവിശേഷ തുടിപ്പിനെ കുഴിച്ചിട്ടു. 2000 വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ലീഗ കേരളത്തിൽ വന്നു. എന്നിട്ട് ഇന്നും ഭാരതം മുഴുവനും വെറും 2.5% ക്രിസ്ത്യാനിയേ ഉള്ളൂ. എന്തുകൊണ്ടാ? നമുക്ക് കിട്ടിയ വിശ്വാസത്തെ നമ്മൾ കുഴിച്ചിട്ടു, നമുക്ക് കിട്ടിയ ജ്ഞാനത്തെ കുഴിച്ചിട്ടു. കാരണം അവൻ കർക്കശനാണ്. സ്നേഹമുള്ളവരെ, പൗലോസ് പറയണത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ വാത്സല്യവും സ്നേഹവും നമ്മൾ അറിയുമ്പോൾ നമുക്കിരിക്കാൻ പറ്റില്ല. നമ്മുടെ കാലുകൾക്ക് ചിറക് വെക്കും, നമ്മൾ കഴുകന്മാരെ പോലെ ഉയരും. അത് നമ്മുടെ കഴിവല്ല, അത് ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കുതിപ്പാണ്, സുവിശേഷ തുടിപ്പ്. ഇതൊക്കെയാണ് പൗലോസ്, ഇതൊക്കെയാണ് മാർപ്പാപ്പ പറയുന്ന വാക്കുകൾ. സുവിശേഷ തുടിപ്പ്, സുവിശേഷ കുതിപ്പ്. എവിടെ സുവിശേഷ കുതിപ്പ്?
അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് സുവിശേഷം പ്രകാശിക്കാൻ ഉള്ള ഒരു പ്രചോദനം ഉണ്ടാകുകയുള്ളൂ. പ്രചോദനം, ഒരു കുതിപ്പ്, ഒരു ഉന്മേഷം, ഒരു സന്തോഷം, കഷ്ടപ്പെടാനും എന്ത് വേണമെങ്കിലും ചെയ്യാനും. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്നേഹിക്കുന്ന ഭർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കും, ഇല്ലേ? എന്ന പോലെ തന്നെ നമ്മൾ ക്രിസ്തുവിനെ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ, ക്രിസ്തുവുമായിട്ട് സ്നേഹമായി കഴിയുമ്പോൾ, ക്രിസ്തു സ്നേഹം മാത്രമാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഓടും. അങ്ങനെയാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത്. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. ക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹനിർഭരമായ ഈ ജ്ഞാനമാണ് അവിടുത്തെ പ്രഘോഷിക്കുവാനും സദ്വാർത്ത അറിയിക്കുവാനും യേശുക്രിസ്തുവിനുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുമുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നത്. കുറേയെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ് റീഇൻകാർണേഷൻ. എന്നിട്ട് റീഇൻകാർണേഷനെ കുറിച്ച് പേപ്പറുകൾ അവതരിപ്പിക്കണു, എഴുതണു. ക്രിസ്തീയ സഭ അത് തിരസ്കരിക്കുന്നു, അത് ശരിയല്ല. എന്തൊരു വിഡ്ഢിത്തരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. റീഇൻകാർണേഷൻ, പുനർജന്മം. സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒറ്റ ജീവിതത്തിലേക്ക് വേണ്ടിയാണ്. അത് നിത്യമായ ജീവിതമാണ്. ഇങ്ങനെ മനസ്സിലാക്കും. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അനന്തതയ്ക്ക് വേണ്ടിയാണ്, അനശ്വരതയ്ക്ക് വേണ്ടിയാണ്. ജ്ഞാനം 2:23. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തെ പോലെയാണ്. ദൈവം ആരാ? അനശ്വരനാണ്, അനന്തനാണ്. ആ അനശ്വരതയാണ് ദൈവം നമുക്ക് തന്നത് സൃഷ്ടിച്ചപ്പോഴേ തന്നെ. ആ അനശ്വരത മനുഷ്യൻ പാപം ചെയ്തിട്ടും അത് നശിക്കുന്നില്ല, അതിന് മങ്ങലേറ്റുള്ളൂ. അതിനെ തിരിച്ചു പിടിച്ചു യേശുക്രിസ്തു പ്രപഞ്ചത്തിൽ മനുഷ്യനായി അവതരിച്ചുകൊണ്ട് മനുഷ്യരെ മുഴുവനും അനന്തരാക്കി മാറ്റി, നിത്യജീവൻ നൽകി. ആ നിത്യജീവൻ അവസാനിച്ചാലല്ലേ പുനർജനിക്കേണ്ടത്? മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അവന് പുനർജന്മം ഉണ്ടാകാനായിട്ട് അവൻ്റെ ജീവൻ അവസാനിക്കുന്നില്ലല്ലോ. ഇത്ര എടുത്താൽ മതി ഒരു ലോജിക്ക്. എന്നിട്ട് എത്ര ക്രിസ്ത്യാനികളാണ് ഇതും പറഞ്ഞും കൊണ്ട് ആർട്ടിക്കിളും പോസ്റ്റും ഒക്കെ ഉണ്ടായിക്കൊണ്ട് നടക്കുന്നത്. എന്നിട്ട് ക്രിസ്തു മതത്തിന് എതിരെന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു ബോധമില്ലായ്മയാണ്. നീ ഇരുമ്പാണിയിലാണ് അടിക്കുന്നത്. ഇത് സഭയ്ക്ക് പുറത്തുള്ള ആളുകളെ കുറിച്ചല്ല പറയണത്, ക്രിസ്ത്യാനികൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച്. അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ സ്വീകരിച്ചെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനവും നമ്മളെക്കുറിച്ചുള്ള ജ്ഞാനവും ഇല്ലാത്തത് കൊണ്ടല്ലേ? ഞാനിത് പറയുമ്പോൾ സ്നേഹക്കുറവ് തോന്നുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കണം. ഞാനിത് പറയുന്നത് ഒരു വേദനയല്ലേ? ഇത് ഒരു വേദനയല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ തിരിച്ചു പിടിക്കണം? ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ ഇനിയുള്ള ഈ അടുത്ത വർഷത്തെ നമ്മുടെ ടാർഗറ്റ് എന്താ? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമാകയാൽ മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കണം. ഈ റീഇൻകാർണേഷൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മൾ അതിനെ പറഞ്ഞ് സമയം കളയണ്ട. നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കി സമയമെടുക്കണം. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഓസ്ട്രിയയിലുള്ളൊരു പെണ്ണ് നാട്ടിൽ 10 വർഷം ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ധ്യാനത്തിന് അത് വന്നിട്ട് പറഞ്ഞു, തോമസ് പോളേ, ഞാൻ നിൻ്റെ രാജ്യത്തായിരുന്നു 10 വർഷം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൾ പറയാണ്, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്, എൻ്റെ ഈ പ്രശ്നത്തിനൊക്കെ കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം തന്നെ പിടികിട്ടി പുനർജന്മം. അപ്പോൾ ദൈവം അവളെ എൻ്റെ ധ്യാനത്തിന് കൊണ്ടുവന്ന് കണ്ടോ? ഞാൻ പറഞ്ഞു, സഹോദരി, നീ ഒരു ക്രിസ്ത്യാനിയാണ്,
നീ ക്രിസ്ത്യാനി അല്ലെങ്കിൽ തന്നെ നിന്നെ ദൈവം സൃഷ്ടിച്ചതാണെന്ന് നീ വിശ്വസിക്കുന്നു. നിന്നെ എങ്ങനെ സൃഷ്ടിച്ചു? നീ ഈ വാക്യം ഓർക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്താണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും? ആത്മീയവും അനശ്വരതയുമാണ്. അതായത് മരിക്കാത്ത അവസ്ഥയാണത്. നീ ഒരു മരിക്കാത്ത വ്യക്തിയാണ്. നീ മരിച്ചും എന്ന് പറഞ്ഞാൽ അനന്തതയിലേക്ക് പ്രവേശിച്ചു എന്നാണ് അർത്ഥം. അവൾക്ക് പെട്ടെന്നൊരു പിടിയും കിട്ടണില്ല. എന്താ എനിക്ക് പണ്ടെങ്ങാണ്ട് കേട്ടമാതിരി തോന്നണില്ലേ? അത് ഞാൻ കേട്ടിട്ടുള്ളതാണല്ലോ. അത് ബൈബിളിൽ എഴുതിയേക്കണതല്ലേ? അതന്നെ. അത് ബൈബിളിൽ എഴുതിയേക്കണത് നിന്റെ ജീവിതത്തിൻ്റെ സത്തനിമയാണത്. നിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെയാണ്, ക്രിസ്തുവിനെ പോലെയാണ്. നീ മറ്റൊരു ക്രിസ്തുവാണ്. നീ അനന്തതയ്ക്ക് വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്നിൽ അനന്തതയുണ്ട്. അവളുടെ കണ്ണിങ്ങനെ മിഴിച്ചു. അപ്പോഴും ശരിക്കും മനസ്സിലാവണില്ല. അനന്തത ഉണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ നീ എങ്ങനെ മരിക്കും? നീ മരിച്ചാലല്ലേ പുനർജനിക്കുക? What do you mean? Yes, I mean you will never die. You enter into eternal life. അപ്പോൾ ഈ ഇന്ത്യക്കാർ പറയണത് എന്ത് പറയാ? അപ്പോൾ ഈ 10 വർഷം അവരെന്നെ പഠിപ്പിച്ചത് കണ്ടോ? 10 വർഷം പഠിപ്പിച്ചത് മുഴുവനും ഒറ്റ ദൈവവചനത്തിലൂടെ ഗ്യാസായി പോയണ്ടോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. അവളും ഈ പറഞ്ഞ മാതിരി ഉടനെ മുത്തുകുട്ടിയിട്ട് എൻ്റെ കൈ തലയിൽ പിടിച്ച് പ്രാർത്ഥിക്കുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടല്ലേ. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾക്ക് എന്തറിയാം? വേറെ ആൾ പറഞ്ഞു, തോമസ് പോളെ ഞാനൊരു റിലീജിയൻ ടീച്ചറാണ്, പക്ഷെ എൻ്റെ മക്കൾക്കൊന്നും വിശ്വാസമില്ല. എന്താണ് അതിന് കാരണം? ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ ഈ കോൺടെക്സ്റ്റിലൊന്നും പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഞാനൊരു കൗൺസിലിംഗ് തരാൻ, നമുക്ക് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണ നേരത്തെ അയാൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിനക്ക് ട്രാൻസെൻഡൻ്റാലെ മെഡിറ്റേഷൻ അറിയോ? ഐ ആം സോറി, ഐ ഡോണ്ട് നോ ദാറ്റ് വേർഡ് കറക്റ്റ്ലി. എനിക്ക് ആ വാക്ക് പോലും അറിഞ്ഞൂടാ. ഞാനത് തന്നെ അയാളോട് പറഞ്ഞു, എനിക്ക് ആ വാക്ക് പോലും അറിഞ്ഞൂടാ. ഞാൻ 2-3 മണിക്കൂർ ട്രാൻസെൻഡൻ്റാലെ മെഡിറ്റേഷൻ ചെയ്യുന്നു. ഒട്ടനെ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നിൻ്റെ മക്കൾക്ക് വിശ്വാസമില്ലാത്തത്. അത് യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണോ? അല്ല, അത് ആൾട്ടർനേറ്റീവ് പ്രയർ. എന്തിനാ ആൾട്ടർനേറ്റീവ് പ്രയറിന് പോകുന്നു? യേശുക്രിസ്തുവിന് ആൾട്ടർനേഷൻ ഉണ്ടോ? നമ്മൾ ഈ വാക്കുകളൊക്കെ എവിടെ നിന്നുണ്ടായി? ആൾട്ടർനേറ്റീവ് പ്രയർ, ആൾട്ടർനേറ്റീവ് റിലീജിയൻ, കമ്പാരിറ്റീവ് റിലീജിയൻ, ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? ആരുണ്ടാക്കി? ഈ വാക്കുകളൊന്നും നമ്മുടെ ഡിക്ഷണറിയിൽ ഉണ്ടാകാൻ പാടില്ല. Comparative religion. How can you compare any religion with Christianity? Jesus Christ has not come to make a religion. He has come to save the whole humanity. എല്ലാ റിലീജിയനിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താനാണ് വന്നത്. അപ്പോൾ ഈ കമ്പാരിറ്റീവ് റിലീജിയൻ എന്ന് പറയാനേ പാടില്ല. You cannot compare us. ആൾട്ടർനേറ്റ് പ്രയർ എന്ന് പറയാനേ പാടില്ല. ദർ ഈസ് നോ ആൾട്ടർനേറ്റ് പ്രയർ ഫോർ പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം ഇതൊക്കെ നമ്മുടെ അകത്ത് നമ്മൾ സഭയിലൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇതിനെ തിരിച്ചു പിടിക്കണം നമ്മൾ. അതിന് വിശ്വാസമുള്ള ആളുകൾ വേണം. ഇപ്പം നമുക്കറിയാം, നമ്മൾക്ക് ഇപ്പം നമ്മൾ പറയണ്ട, നമ്മൾ ആരെയും വിധിക്കണ്ട, അജ്ഞതയാണ്. ഒരുപാട് പേര് അങ്ങനെ പഠിച്ചേക്കണം. അച്ഛന്മാർ തന്നെ പള്ളിയിൽ പ്രസംഗത്തിൽ, കുർബാനയുടെ പ്രസംഗത്തിന് രാമായണവും മഹാഭാരതവും എല്ലാം പറയണം. കുർബാനയിൽ പ്രസംഗത്തിന് എന്ത് പറയണമെന്നാ സഭ പഠിപ്പിക്കുന്നത്? ഈശോ തന്നെ ആകുന്ന വചനമാണ്. ഇപ്പം അടുത്ത പാരഗ്രാഫ് അതിനെക്കുറിച്ചാണ് പറയണത്. അതിന് പകരം അവിടെ ഈ ഫിലോസഫിയും ഈ കമ്പാരിറ്റീവ് റിലീജിയൻ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ വായന്ന് വരുള്ളൂ. അതല്ലേ ദൂഷ്യം.
അതുകൊണ്ടാണ് നമ്മളുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടാത്തത്. സുവിശേഷമാകുന്നില്ല. എന്തെങ്കിലും ഒരു ഫിലോസഫിക്കൽ തിങ്കിങ്. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ വചനത്തിൽ എഴുതിയേക്കണത്. നമ്മുടെ വചനത്തിൽ എഴുതിയേക്കണതിന് പാരലായിട്ട് ഏത് മതത്തിലെ വചനമെടുത്താലും അതല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ സുവിശേഷത്തിൽ ഈശോ പറയണ വചനം ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് ആ വചനം. അതിന് എന്ത് പാരലുണ്ട്? ഇതിന് എന്ത് കമ്പാരിസൺ ഉണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയണത് നമ്മൾ വിത്താണ്. ഈ ക്ലാസ്സിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിമാനിക്കുന്നു. നിങ്ങളെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വിത്തായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു വിത്ത് ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ ഈ ജ്ഞാനം മുഴുകിക്കഴിഞ്ഞാൽ അത് സഭയിൽ പടരും. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ കാലഘട്ടം നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ഇതാ സദ്വാർത്ത അറിയിക്കണം. സദ്വാർത്ത എങ്ങനെ അറിയിക്കും? സദ്വാർത്ത ചുമ്മാ കൈകൊട്ടി പാട്ടും മിമിക്രിയൊക്കെ അവതരിപ്പിച്ച സദ്വാർത്തയാവോ? ഇല്ല. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹനിർഭരമായ ഈ ജ്ഞാനമായി അവിടുത്തെ പ്രഘോഷിക്കുവാനും, ഈ ജ്ഞാനം അവിടുത്തെ പ്രഘോഷിക്കുവാനും, സദ്വാർത്ത അറിയിക്കുവാനും, യേശുക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനുമുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നത് അതാണ് ഈ ജ്ഞാനം. ഈ ജ്ഞാനം കണ്ടോ, ഈ ജ്ഞാനം, ആ ജ്ഞാനം എന്നുള്ളത് മുറുക്കെ പിടിച്ചോളൂ. ജ്ഞാനത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനം, യേശുക്രിസ്തുവാകുന്ന ജ്ഞാനം. എന്നാൽ അതേസമയം ഈ വിശ്വാസത്തെക്കുറിച്ച് നിരന്തരം കൂടുതൽ അറിയുക എന്ന ആവശ്യം സ്പഷ്ടമാണ്. കണ്ടോ, ഈ വിശ്വാസത്തെക്കുറിച്ച് നിരന്തരം കൂടുതൽ അറിയുക. കാരണം ഈ ജ്ഞാനവും അനന്തജ്ഞാനമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും പഠിച്ചാലും തീരില്ല. ജീവിതം മുഴുവൻ പഠിച്ചാലും തീരില്ല. വിശുദ്ധ തോമസ് അക്വീനാസ് ഇത്രയും വലിയ സുമ തിയോളജിക്കായി എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു ദിവ്യ ദർശനമുണ്ടായ കണ്ട് കർത്താവ് ദർശിച്ചു. ആ ജ്ഞാനം കണ്ട് അതോടെ എഴുത്ത് നിർത്തി. അദ്ദേഹം എന്താ പറയണേ? അദ്ദേഹം പറയാണ്, ആ ജ്ഞാനത്തെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നതെല്ലാം തുലവും വൈക്കോലാണ്. ഇത് വൈക്കോല് പോലാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് സ്ട്രോ കമ്പയറിങ് ടു ദാറ്റ് വിസ്ഡം. അദ്ദേഹം എഴുത്ത് നിർത്തി. അപ്പോൾ ഈ സഭാപിതാക്കന്മാർ, വിശുദ്ധ അഗസ്തീനോസെ പോലുള്ള ഒരു ജീനിയസ് എന്താണ് പറയുന്നത്? എങ്ങനെ ഈ ജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമോസ്, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജെറോം, ഇവരെല്ലാം നമ്മളെ പഠിപ്പിക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ്. നമ്മളതെല്ലാം പഠിക്കണം. അതെല്ലാം പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മളിപ്പോഴും കിൻഡർ ഗാർഡനിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ അറിവ് നിരന്തരം, ഈ വിശ്വാസത്തെക്കുറിച്ച് നിരന്തരം കൂടുതൽ അറിയുക. ചെറിയ വാക്കുകളാണ്. നിരന്തരം കൂടുതൽ അറിയുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്. ഇത് തോമസ് പോൾ അല്ല ആര് പറഞ്ഞാലും, ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിക്കണം, ഇത് അറിയണം. അറിഞ്ഞ് നമ്മൾ പ്രബുദ്ധരായി കഴിഞ്ഞാൽ നമ്മളെ ഉപയോഗിക്കാൻ പറ്റും. ഈശോ പറഞ്ഞു ഫരിസേയരെ കുറിച്ച്, അവരെ വിട്ടേക്ക്. മത്തായി 15-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിമർശിക്കുകയല്ലോ. ഈശോ പറഞ്ഞതിൻ്റെ അന്തസത്ത ഇതാണ് മനസ്സിലാക്കണം. അവരെ വിട്ടേക്ക്, അവരെ അന്ധരാണ്. അന്ധരെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴില്ലേ? അതുകൊണ്ട് അവരുപയോഗിക്കണ്ട. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഒരുപാട് പേര് സുവിശേഷ പ്രഘോഷണത്തിന് വരാത്തത്, അല്ലെങ്കിൽ വിളിക്കാത്തത്, അല്ലെങ്കിൽ ഉപയോഗിക്കാത്തത്? കർത്താവ് പറയാണ് അവരെ ഇപ്പോൾ ഉപയോഗിക്കേണ്ട. കാരണം അവർ അന്ധരാണ്.
എന്ന് പറഞ്ഞാൽ എന്താ? അന്ധരെന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഈ ദൈവജ്ഞാനം അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ ജ്ഞാനം ലഭിക്കാതെ അവർ സുവിശേഷ വേല ചെയ്താൽ ഇരുവരും കുഴിയിൽ വീഴും. ഈ പറയണ ആളും വീഴും, ആരയാളുടെ പുറകെ പോണ രണ്ടുപേരും കുഴിയിൽ വീഴും. അപ്പം ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കട്ടെ. ഈ വചനത്തിൻ്റെ എല്ലാ അർത്ഥം അതാണ്. അപ്പോൾ നമ്മളിൽ സുവിശേഷ പ്രഘോഷകരുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയണം. ക്രിസ്തുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മളിരുന്ന് പഠിക്കണം. താങ്ക് യു ഗുരു ജോസഫ് സാറേ. നമ്മളിരുന്ന് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇത് ഇനി അടുത്ത വർഷത്തേക്ക് നമ്മൾ കൂടുതൽ പഠിക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അതിനുള്ള വചനമാണിത്. കണ്ടോ, നിരന്തരം പഠിക്കണം, ഒരിക്കലും അവസാനിക്കരുത് നമ്മുടെ പഠിപ്പ്. ഇത് എൻ്റെ ജീവിത സാക്ഷ്യമാണ്. എന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. ഒരുപാട് പേര് 25 വർഷം മുമ്പ് എന്നെ കേട്ടിട്ടുണ്ട്, 20 വർഷം മുമ്പ് കേട്ടിട്ടുണ്ട്, 10 വർഷം മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസവും വളരുന്നുണ്ടോ ഇല്ലയോ? കാരണം എന്താ? ഞാനിരുന്ന് പഠിക്കണമുണ്ടാണ്. ചിലർ പറയും, ബ്രദർ ഒരു പുസ്തകം എഴുതാത്തത് എന്താണ്? ഞാൻ എന്ത് പുസ്തകം എഴുതി കഴിഞ്ഞാലും 10 ദിവസം കഴിയുമ്പോൾ അത് മാറ്റി എഴുതേണ്ടി വരും. കാരണം എനിക്ക് പുതിയ ആശയങ്ങൾ വരെയാണ്. എന്തുകൊണ്ട്? ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ പഠിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം. മാർപ്പാപ്പ തന്നെ നോക്ക്, മാർപ്പാപ്പ തന്നെ ഇത്രയും വയസ്സായിട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് നമ്മളുടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ ഒരു ഗുണം. ഇത്രയും വയസ്സായ മാർപ്പാപ്പ പോലും എല്ലാ ദിവസവും പഠിക്കുകയാണ് അദ്ദേഹം. പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, ഈ കാലത്തിനാവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വാക്ക് നിസാരമല്ല, നിരന്തരം. ഞാനതിങ്ങനെ വട്ടം വരച്ചിട്ടിരിക്കുകയാണ്. നിരന്തരം കൂടുതൽ അറിയുക. നമ്മൾ വേറെ വർത്തമാന പത്രവും ഒരുപാട് ന്യൂസെല്ലാം അറിഞ്ഞിട്ടൊരു കാര്യമില്ല. അതെല്ലാം ഉച്ഛിഷ്ടമാണ്. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, എന്താണ് ഉച്ഛിഷ്ടം, എന്താണ് നിത്യത, അത് മനസ്സിലാക്കി നോക്കണം. നമ്മളെ സംബന്ധിച്ച് ബൈബിളും ഈ കാറ്റക്കിസവും സ്ഥിരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, തുടർന്ന് അപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ച് നിരന്തരം കൂടുതൽ അറിയുക, പ്രൈസ് ദി ലോർഡ് എന്ന ആവശ്യം സ്പഷ്ടമാണ്. ഇത് നമ്മുടെ കേരള സഭ എന്ന് മാത്രമല്ല, ലോകമെമ്പാടും ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ കേരള സഭയെ കർത്താവ് പ്രത്യേകം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിലുള്ള പോലെ 150ഓളം റിട്രീറ്റ് സെൻ്റർ ഉണ്ട് കേരളത്തിൽ. ഇത് ഞാൻ ലോകത്തിലെങ്ങും കണ്ടിട്ടില്ല. ലോകത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? 150ഓളം റിട്രീറ്റ് സെൻ്ററുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. എന്തോരം വചനപ്രഘോഷകർ, എന്തോരം വേദികൾ, എന്തോരം വൈദികർ. ഇതുപോലെ തീഷ്ണതയുള്ള, പക്ഷേ തീഷ്ണത ഉണ്ടായാൽ പോരാ, അതിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന യേശുവിനെക്കുറിച്ചുള്ള അറിവ് കൂടി വേണം. അതിനുവേണ്ടി ഇനി ബാക്കി പറയാണ്, നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ശൈലി ഇവിടെ പറയാണ്. അതിനുവേണ്ടി വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രമമനുസരിച്ച്, അല്ല, അവിശ്വാസ പ്രമാണത്തിലൊരു ക്രമമുണ്ട്, അതനുസരിച്ച് പഠിക്കണം. എന്താണത്? യേശുക്രിസ്തുവിൻ്റെ മുഖ്യാഭിധാനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ മുഖ്യാഭിധാനങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, ക്രിസ്തു. യേശുവാരാണ്? ക്രിസ്തു. എന്താണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് പഠിക്കണം. അതൊക്കെ ഇനി വരാൻ പോകുന്നതാണ്. ദൈവപുത്രൻ, കർത്താവ്, ഇതാണ് യേശുക്രിസ്തുവിൻ്റെ മുഖ്യാഭിധാനങ്ങൾ. അപ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ മുഖ്യാഭിധാനങ്ങൾ നമ്മൾ പഠിക്കണം. ഇവ പ്രതിപാദിക്കപ്പെടുന്നതായിരിക്കും. അതാണ് വകുപ്പ് 2. ഇതിനകത്ത് തന്നെ ഈ തുടർന്നുള്ളത് അതാണ് പഠിക്കാനുള്ളത് നമുക്ക്. അല്ല, ഇത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ അത് വരുള്ളൂ. വിശ്വാസ പ്രമാണത്തിൽ തുടർന്ന് നാം ഏറ്റുപറയുന്നത് അവിടുത്തെ ജീവിതത്തിലെ പ്രധാന രഹസ്യങ്ങളാണ്. എന്തെല്ലാമാണ്? മനുഷ്യാവതാര രഹസ്യം, പെസഹ രഹസ്യം, അവിടുത്തെ മഹത്വീകരണ രഹസ്യം. 6 കാര്യമാണ്. മുഖ്യാഭിധാനങ്ങൾ എന്താണ്? ക്രിസ്തു, ദൈവപുത്രൻ, കർത്താവ്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഇനി രഹസ്യങ്ങൾ എന്തെല്ലാമാണ്? മനുഷ്യാവതാര രഹസ്യം,
പെസഹ രഹസ്യം, മഹത്വീകരണ രഹസ്യം. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ നാളുകളെല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് മഹത്വീകരണ രഹസ്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന മുഴുവനും മഹത്വീകരണ രഹസ്യം, പെസഹ രഹസ്യവും മഹത്വീകരണം. ഓക്കെ, മനുഷ്യാവതാരം. വിശുദ്ധ കുർബാനയുടെ ആരംഭം മനുഷ്യാവതാരമാണ്. അത്യുന്നതങ്ങളിൽ ആ ഗ്ലോറിയ പാടുന്നത് മനുഷ്യാവതാര കീർത്തനമാണ്. അതിനുശേഷം വചന ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മൾ പെസഹ രഹസ്യത്തിലേക്ക് വരുന്നു. ആ പെസഹ രഹസ്യത്തിൻ്റെ അവസാനത്തിൽ ഈശോ പെസഹായിലൂടെ മരിച്ചു, ഈശോ മഹത്വീകരിക്കുന്നു, ഉയർക്കുന്നു. ആ ഉയർപ്പാണ്, അവിടെയാണ് ക്രിസ്ത്യാനി ജനിക്കുന്നത്. ക്രിസ്തീയത ഉത്ഭവിക്കുന്നത് അവിടെയാണ്. പഴയ നിയമത്തിൽ ക്രിസ്തീയത ഇല്ല. എന്നാൽ ഈ മഹത്വീകരണം ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ചെല്ലാം യെശയ്യായുടെ സുവിശേഷം എന്ന് പറയുന്നത്, യെശയ്യായുടെ പുസ്തകത്തിനെ മഹത്വീകരണത്തിൻ്റെ സുവിശേഷം എന്നാണ് പറയുന്നത്. അത് യെശയ്യാ വായിക്കുമ്പോൾ നമ്മൾ അതിൽ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? നമ്മളിപ്പോൾ എന്തെല്ലാം പഠിച്ചു ഈ അവസാനത്തെ പാരഗ്രാഫിൽ? ഒന്ന്, സ്നേഹനിർഭരമായ ഈ ജ്ഞാനം. എന്താണ് ഈ ജ്ഞാനം? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ കണക്കാക്കുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രബോധനത്തിനും അറിവിനും ഒന്നാം സ്ഥാനം കൊടുക്കുക. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ഇതങ്ങ് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം ഒരു ജ്വലിക്കുന്ന തീപ്പന്തമായി മാറും. ഹല്ലേലൂയ. രണ്ട്, ഇതിന് ഒരു ആ സദ്വാർത്ത എന്താണെന്നും ദൈവത്തിൻ്റെ കരുണയും നീതിയും എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഇതാണ് ഈ ജ്ഞാനം. രണ്ടാമത്, സുവിശേഷം എന്താണെന്ന്, സദ്വാർത്ത എന്താണെന്നുള്ളത് ദൈവനീതി മനസ്സിലാക്കണം. അതാണ് ദൈവനീതി. യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആർജവത്വമാണ്, ആർജവത്വം. തുടർന്ന് ആഗ്രഹം നമ്മിൽ ജനിക്കും. പിന്നെ എന്താണ്? നിരന്തരം നമ്മൾ പഠിക്കണം, നിരന്തരം കൂടുതൽ അറിയുക, നിരന്തരം നമ്മൾ പഠിക്കണം. ഇനി ആ പഠനത്തിൽ വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രമം അനുസരിച്ച് പഠിക്കണം. എന്താ വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രമം? വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രമം ക്രിസ്തുവിൻ്റെ 3 ആഭിധാനങ്ങൾ, 3 കറക്റ്റല്ലേ? മുഖ്യാഭിധാനങ്ങൾ ക്രിസ്തു, ദൈവപുത്രൻ, കർത്താവ്. ഈ മുഖ്യാഭിധാനങ്ങൾ പഠിക്കണം. പിന്നെ 3 രഹസ്യങ്ങൾ പഠിക്കണം. എന്തെല്ലാമാണ്? മനുഷ്യാവതാര രഹസ്യം, പെസഹ രഹസ്യം, മഹത്വീകരണ രഹസ്യം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.